ഈ പറയുന്ന ദേശീയ പണിമുടക്ക് കേരളത്തിൽ മാത്രമേ നടക്കാൻ സാധ്യതയുള്ളെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അതുപോലെ നമുക്കറിയാവുന്ന വേറൊരു കാര്യം കൂടെയുണ്ട്. ഈ പണിമുടക്കുകൾ കാരണം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നാലും നമ്മൾ പണിമുടക്കും. അതിപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ BJP ഭരിക്കുന്ന സമയത്താണെങ്കിലും ഈ പണിമുടക്കുകൾ കാരണം ഈ സാധാരണക്കാർക്ക് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നാലും നമ്മൾ പണിമുടക്കും. ഈ പണിമുടക്കിനെ ആളുകൾ സമീപിക്കുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന്, അവർക്ക് അവരുടെ ഫാമിലിയുടെ കൂടെ ഇരിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ട്. രണ്ടാമത്തേത് പൊളിറ്റിക്കൽ പാർട്ടീസിനോടുള്ള പേടി കാരണം, ഈ പണിമുടക്ക് നടത്തുന്ന പാർട്ടീസിനോടുള്ള പേടി കാരണം, പുറത്തിറങ്ങിയാൽ ജോലി ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി കാരണം പണിമുടക്കി വീട്ടിലിരിക്കുന്നവർ. അതിലിപ്പോൾ പണിമുടക്കിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന വേറെ കുറച്ച് വിഭാഗങ്ങളുണ്ട്. മാസ ശമ്പളം കിട്ടുന്നവർ, ഗവൺമെന്റ് ജീവനക്കാർ, പിന്നെ ഈ ബിസിനസ് ചെയ്യുന്നവർ, അവർക്കൊക്കെ പണി മുടക്കിയാലും പ്രശ്നമില്ല. പക്ഷേ ഡെയിലി വേജസ് വാങ്ങിച്ച് അന്നന്നത്തെ ശമ്പളം അന്നന്ന് ഉപയോഗിച്ച് അല്ലെങ്കിൽ അവരുടെ അന്നന്നത്തെ ജീവിതത്തിന് മാർഗം വന്ന കുറച്ച് പേരുണ്ട്. അവർക്കിത് ചിലപ്പോൾ ബാധിക്കപ്പെട്ടേക്കാം. എന്നാലും നമ്മൾ പണി മുടക്കും. അവരും കൂടെയാണല്ലോ ഈ പണിമുടക്കിന് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത്, ഇത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്, നമ്മുടെ ശീലമാണ്. അപ്പോൾ നമ്മുടെ ഒരു ഈ പറയുന്ന പോലെ ഈ ഓണം പോലെ ഒരു ആഘോഷമാണ്. അപ്പോൾ നമ്മൾ അതിനെ പൂർണ്ണമായിട്ടും ആഘോഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി. പക്ഷെ കേരളം വിട്ടു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ? അല്ല, അവർ പണിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അവർ ആവശ്യത്തിലധികം പണിയെടുക്കും. അത് നമ്മൾ പണിയെടുത്ത് സമരം ചെയ്ത് ആ സമരം എന്നുള്ള സംസ്കാരം ബിസിനസ്സിന് നേരെ തിരിഞ്ഞ് ഇവിടെ ബിസിനസ്സുകാരൊന്നും വരാതായി, ഇവിടെ ബാക്കിയുള്ളവർക്ക് പണിയില്ലാണ്ടായി, അവരാണെങ്കിൽ അങ്ങനെ ഫ്ലൈറ്റ് കയറി അവർ വേറെ രാജ്യത്ത് പോയി ഇതേ പണികൾ അല്ലെങ്കിൽ ഇവിടെ ചെയ്യാത്ത പണികൾ ചെയ്യും. അതാണ് നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗം എന്ന് പറയുന്നത്. ഏതായാലും സമരത്തിന് ഐക്യദാർഢ്യം ഇതെങ്കിലും ഒന്ന് വിജയം കണ്ടോട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ, സമരത്തിനെതിരെ ഞാനങ്ങ് പറഞ്ഞതല്ല കേട്ടോ. ഇവിടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഇതുകൊണ്ടൊന്നും സംഭവിക്കുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഒരു അഭ്യർത്ഥന കൂടെ, നിങ്ങൾ ഈ ഗവൺമെന്റിനെ സ്തംഭിപ്പിക്കുന്നത് പോലെ ബാക്കിയുള്ള രാജ്യങ്ങളുടെ USA, UK എന്ന് പറഞ്ഞ രാജ്യങ്ങളുടെ ഗവൺമെന്റുകളെ കൂടി ഒന്ന് സ്തംഭിപ്പിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കും കൂടെ ഈ IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും കൂടെ ഈ പണിമുടക്കിന്റെ ഭാഗമാകാമായിരുന്നു.